പെൻഷൻ കൊടുത്തത് ഞങ്ങൾ കൈക്കൂലി പോലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി. അപ്പോൾ അത് 62 ലക്ഷം ആളുകളും കൈക്കൂലി മേടിച്ചിട്ട് വോട്ട് ചെയ്യുന്നവരാണെന്ന് തലയിൽ പറഞ്ഞത് അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല, അത് അദ്ദേഹം പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. UDFിൻ്റെ ഇലക്ഷൻ കൺവെൻഷനിൽ വെച്ചാണ് KC വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ തന്നെ മുതിർന്ന നേതാവായ KC വേണുഗോപാൽ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് കൈക്കൂലിയായിട്ട് നൽകുന്നതാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചത്. അത് എങ്ങനെയൊക്കെ സതീശനും വേണുഗോപാലും പിന്നെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അന്ന് പറഞ്ഞ വാക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം കൈക്കൂലി എന്ന വാക്ക് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവം ചർച്ചാ വിഷയമായി. മാധ്യമങ്ങൾ കാര്യമായിട്ട് സഹായിച്ച് ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ചയായതോടെ മറുപടി പറയാതിരിക്കാൻ എന്നല്ല അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇന്ന് KC വേണുഗോപാൽ മറുപടി പറഞ്ഞു ഡൽഹിയിൽ വെച്ച്. KC വേണുഗോപാൽ മറുപടിക്കിടെ വീണ്ടും ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഈ ആരോപണത്തിനെല്ലാത്തിനും വ്യക്തമായ മറുപടി സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നൽകുന്നുണ്ട്. മാത്രമല്ല ഈ ചെയ്തത് കൈക്കൂലി എന്ന് പറഞ്ഞത് വളരെ മോശമായി പോകുന്നത് തിരുത്തണമെന്നും KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. KC വേണുഗോപാലിൻ്റെ ചോദ്യത്തിന് അതേപോലെ തന്നെ മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. KC വേണുഗോപാലിൻ്റെ വാക്കുകളും KN ബാലഗോപാലിൻ്റെ വാക്കുകളും നമുക്കൊന്ന് കേൾക്കാം. ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് ഉന്നയിച്ചിരുന്നു, നിയമസഭകളിൽ പലപ്പോഴും ഉന്നയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പെൻഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ്. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ നേരത്തെ 2 കുടിശ്ശിക കൊടുത്തല്ലോ, ഇപ്പോൾ 3 കുടിശ്ശികയായല്ലോ. ആ കുടിശ്ശികയെല്ലാം ആ കുടിശ്ശിക ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടാണോ? ഞങ്ങളന്ന് റൂൾ 300 അനുസരിച്ച് മുഖ്യമന്ത്രി അത് അനൗൺസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ്ട് പഴയ വിശ്വാസത്തിനകത്ത് പഴമേ പറയുന്ന പോലെ പാഴൂർ പടിപ്പുരെ പോയി നോക്കിയാൽ പോലും അങ്ങനൊരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരുമെന്ന് അപ്പം അറിയാവോ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുവോ പ്രഖ്യാപനം വരുവോ ഒക്കെ പോലും ചെയ്യാത്തൊരു സമയത്ത് പെൻഷൻ കൊടുത്തത് ഞങ്ങൾ കൈക്കൂലി പോലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി. അപ്പോൾ അത് 62 ലക്ഷം ആളുകളും കൈക്കൂലി മേടിച്ചിട്ട് വോട്ട് ചെയ്യുന്നവരാണെന്ന് തലയിൽ പറഞ്ഞത് അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല, അത് അദ്ദേഹം പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് മാത്രമല്ല, ക്ഷേമനിധിയെക്കുറിച്ചും അനാവശ്യമായ ഒരു ആരോപണം KC വേണുഗോപാൽ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് പത്രസമ്മേളനയുടെ VD സതീശൻ അത് വീണ്ടും ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾക്കും വ്യക്തമായ മറുപടി KN ബാലഗോപാൽ ഡൽഹിയിൽ വെച്ച് നൽകുന്നുണ്ട്. ആ വാക്കുകൾ കൂടി കേൾക്കാം. ക്ഷേമനിധിക്കകത്ത് ഒരുപാട് ലാപ്സ് ഉണ്ടെന്നാണ് KC വേണുഗോപാൽ ആരോപിക്കുന്നത്. അതിനുള്ള മറുപടി കൂടി, തക്കതായ മറുപടി കൂടി KN ബാലഗോപാൽ സംസ്ഥാന ധനകാര്യമന്ത്രി നൽകുന്നുണ്ട്. മറുപടി പറയണം. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ട കാര്യമുണ്ട്. എത്ര കോടി കുടിശ്ശികയുണ്ട് നമ്മുടെ ക്ഷേമനിധി ബോർഡുകൾക്ക് കൊടുക്കാൻ? എല്ലാ ക്ഷേമനിധികളും പാവപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമനിധി. ഏത് മേഖല കുടിശ്ശികയുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്? ക്ഷേമനിധി പെൻഷൻ 16 ക്ഷേമനിധി പെൻഷനുകൾ സംസ്ഥാന സർക്കാർ ക്ഷേമനിധിയുടെ പണത്തിൽ നിന്നല്ല, സംസ്ഥാന സർക്കാർ ഗ്രാൻഡായിട്ട് കൊടുക്കുകയാണ്. 16 ക്ഷേമനിധികൾ. നെൽകൃഷിക്കാർക്ക് കുടിശ്ശിക കൊടുക്കാനില്ല എന്ന് ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയാം. അപ്പോൾ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കിയിട്ട് വേണം. അങ്ങനെ കുടിശ്ശികയില്ലെന്ന് മാത്രമല്ല, പാതാളം വരെ ഈ ഗവൺമെന്റിനെ മുക്കിത്താക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ട ആളുകളാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസ്, ഞങ്ങളുമൊക്കെ. കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾക്കെതിരെ അതിശക്തമായി പറയേണ്ടതാണല്ലോ. സംസ്ഥാനത്തിന് ഇത്രയും കുറച്ചാണ് കൊടുക്കുന്നതെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം ദേശീയ തലത്തിൽ അത്തരം ഒരു മുന്നണിയിൽ BJPയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായി പറയേണ്ട ആള് ഇവിടെ വന്ന് തെറ്റായ കാര്യങ്ങൾ പറയരുത്. ആ തെറ്റായ കാര്യം രാഷ്ട്രീയത്തിനായാൽ പോലും വോട്ടർമാരെ അവമാനിക്കുന്ന തരത്തിൽ പറയരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. വേറെ ഒരു കാര്യവും പറഞ്ഞില്ല. സംസ്ഥാനത്ത് ഒരു ബൈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈ ഇലക്ഷൻ്റെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സംസ്ഥാനത്തെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആ ആരോപണത്തിന് മണിക്കൂറുകൾ മാത്രം ആയുസം ഉണ്ടായിരുന്നു. ആരോപണം വന്ന് മണിക്കൂറുകളാണ് തന്നെ വ്യക്തമായ ആ ആരോപണത്തെ പൊളിച്ചെടുക്കുന്ന മറുപടിയാണ് സംസ്ഥാന ധനകാര്യമന്ത്രി നൽകിയത്. വ്യക്തമായിട്ട് തിരിച്ച് മറു ചോദ്യവുമുണ്ട്. KC വേണുഗോപാൽ തിരുത്തണമെന്ന ആവശ്യവും ഇവിടെ ധനകാര്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. അത് വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ.